ഓ നോ, കേരളം ഇനി ഇരുട്ടിൽ. ഇന്നു മുതൽ ലോഡ് ഷെഡിംഗ്. 40% സ്കൂളുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. പൂട്ടലിൻ്റെ വക്കിൽ KSRTC. അല്ല, ഞാനിനി വല്ല ടൈം ട്രാവലും ചെയ്തോ? 2026 തന്നെയല്ലേ ഇത്? അതെ, 2026 തന്നെ. ഇന്നത്തെ പത്രം നിവർത്തിയ മലയാളിയുടെ അവസ്ഥ ഇതായിരുന്നു. അല്ല, ആരായാലും ഞെട്ടിപ്പോവില്ലേ പിന്നെ. സംഗതി കണ്ടിട്ട് അന്തം വിട്ട് കുത്തിയിരുന്നവർ ഒന്നുകൂടി ഒന്ന് വട്ടം കറങ്ങി നോക്കിയപ്പോഴാണ് ശ്വാസം ഒന്ന് നേരെ വീണത്. പേടിക്കാനൊന്നുമില്ല മക്കളെ, സംഗതി 2026 തന്നെയാണ്. പക്ഷേ ആ പത്രത്തിലെ ആദ്യ പേജിലെ വാർത്തകൾ മാത്രം 10 വർഷം മുമ്പത്തെ ആ ഇരുണ്ട കാലത്തെ വാർത്തകളാണ്. എന്തായാലും സംഭവം കത്തിക്കഴിഞ്ഞു. രാവിലെ തൊട്ട് അമ്പരപ്പോടെയും കൗതുകത്തോടെയും ആളുകൾ സംസാരിക്കുന്നത് ഇതിനെക്കുറിച്ചാണ്. ആളുകൾ മറക്കണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചതിന് വിളറി പൂണ്ട ആളുകൾ ഒരു സൈഡിൽ വേറെയുണ്ട്. ഇതിൽ തമാശ എന്താണെന്ന് വെച്ചാൽ, പരസ്യത്തിനെ എതിർക്കുന്നവർ പോലും UDF കാലത്തെ വീഴ്ചകൾ 1-ാം പേജിൽ, LDF സർക്കാരിൻ്റെ നേട്ടങ്ങൾ അടുത്ത പേജിൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് വീഴ്ചകളും നേട്ടങ്ങളും. മനസ്സിലായല്ലോ അല്ലേ? ആദ്യ പേജിലെ വാർത്തകളുടെ ഇന്നത്തെ യാഥാർത്ഥ്യം കാണണമെങ്കിൽ 2-ാം പേജ് തുറക്കണം. സെയിം ലേഔട്ട്, ഏതാണ്ട് സെയിം ഫോട്ടോസ്. ആ സ്കൂളുകളുടെയും KSRTCയുടെയും ലോഡ് ഷെഡിങ്ങിൻ്റെയും പെൻഷൻ്റെയും എല്ലാം ഇന്നത്തെ അവസ്ഥ ഉള്ളത് 2-ാം പേജിലാണ്. വിഷമിച്ചിരിക്കുന്ന കുട്ടികൾ ചിരിക്കുന്നു. പെൻഷൻ കാത്തിരുന്ന കൈകളിൽ പെൻഷൻ എത്തുന്നു. ആദ്യ പേജിൽ മെഴുകുതിരി വെട്ടത്തിൽ വിഷമിച്ച് പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടിയുടെ അതേ ഫോട്ടോ. തൊട്ടടുത്ത പേജിൽ പുതിയ കേരളത്തിൻ്റെ വാർത്തയിൽ ആ കുട്ടി ഹാപ്പിയാണ്. കാരണം കറണ്ട് കട്ടില്ലല്ലോ. രാവിലെയും വൈകിട്ടും അരമണിക്കൂർ വീതം കറണ്ട് പോയിരുന്നത് ഇപ്പോൾ വെളിച്ച വിപ്ലവമായി തിളങ്ങി നിൽക്കുന്നു. അന്ന് 40% സ്കൂളുകൾ പൂട്ടാൻ പോകുന്നു എന്നതായിരുന്നു വാർത്ത. പരീക്ഷ കഴിഞ്ഞിട്ടും പാഠപുസ്തകം കിട്ടാത്ത അവസ്ഥ. എന്നാൽ ഇന്നോ? സ്കൂൾ തുറക്കും മുന്നേ പുസ്തകങ്ങൾ മേശപ്പുറത്തുണ്ട്. കെട്ടിടങ്ങളാണെങ്കിലോ ഹൈടെക് ആണ്. 134 കോടിയുടെ കടബാധ്യതയിൽ പൂട്ടാൻ നിന്ന KSRTCയെ ഇപ്പോൾ ലാഭത്തിൻ്റെ ട്രാക്കിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന കഥയും 2-ാം പേജിലുണ്ട്. 600 രൂപ ഉണ്ടായിരുന്ന പെൻഷൻ പോലും മുടങ്ങിയത് 18 മാസമായിരുന്നു. അന്ന് പെൻഷൻ ഇല്ലാതെ വട്ടം ചുറ്റിയവർക്ക് ഇന്ന് 2000 രൂപ മുടങ്ങാതെ വീട്ടിലെത്തുന്നു. ഗെയിൽ പൈപ്പ് ലൈൻ അന്ന് വെറും കനലായിരുന്നു. ദേശീയപാത വികസനം പറ്റില്ല എന്ന് പറഞ്ഞ് കേന്ദ്രം വണ്ടി കയറിപ്പോയ കാലം. പക്ഷേ ഇന്ന് റോഡുകൾക്ക് 35,000 കോടിയുടെ പകിട്ടാണ്. സംഭവം ക്ലിക്കായി എന്ന് പറഞ്ഞത് വെറുതെ അല്ല കേട്ടോ. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ ചർച്ചകളാണ് നടക്കുന്നത്. ഒരാൾ കുറിച്ചത് ഇങ്ങനെയാണ്: ചെക്കൻ വല്ലപ്പോഴുമേ പത്രം നോക്കാറുള്ളൂ. പത്രം നോക്കിയ ഉടനെ ചോദിച്ചു, അച്ഛാ, ഈ ലോഡ് ഷെഡിങ്ങും പവർ കട്ടും എന്ന് പറഞ്ഞാൽ എന്താണ്? 8 വയസ്സുകാരനായ മകന് അതൊക്കെ ഏതോ പുരാതന ആചാരം പോലെ തോന്നിപ്പോയി. പവർ കട്ട് അവൻ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. 10 കൊല്ലം മുന്നേ ഉള്ള ഒരു പത്രം ഇന്ന് പുറത്തിറക്കിയിട്ടുണ്ട്. പേടിച്ചു പോയി. ഇതായിരുന്നു കേരളം എന്നായിരുന്നു മറ്റൊരാൾ കുറിച്ചത്. തമാശകൾക്കപ്പുറം ഒരു തലമുറ പൂർണ്ണമായും മറന്നുപോയ കാര്യങ്ങൾ ഇങ്ങനെ കുത്തിപ്പൊക്കിയതിൻ്റെ കൗതുകമായിരുന്നു ശ്രദ്ധേയം. മറവി ഒരു അനുഗ്രഹമായി കാണുന്നവർക്ക് നേരെ കൈപ്പേറിയ സത്യങ്ങൾ വിളമ്പുക എന്നതാണ് ഇതിൻ്റെ തന്ത്രം. സംഗതി എന്തായാലും ഏറ്റു. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സൗകര്യങ്ങളൊന്നും ആകാശത്ത് നിന്ന് പൊട്ടി വീണതല്ല. അതൊരു 10 വർഷത്തെ ഇച്ഛാശക്തിയുടെ ഫലമാണ് എന്ന് മനസ്സിലാക്കാൻ പലർക്കും സാധിച്ചു. പഴയ ആ ഇരുണ്ട കാലത്തെ പേക്കിനാവ് പോലെ ഭയക്കുന്ന മലയാളിക്ക് മുന്നിലേക്ക് ആ പത്രത്താളുകൾ ഇട്ടുകൊടുത്തത് ശരിക്കും ഒരു ക്രിയേറ്റീവ് മാസ്റ്റർ പീസായി. പലരും ഒന്ന് ഭയന്നു, ഇതൊക്കെ ഇനി തിരിച്ചു വരുമോ എന്നോർത്ത്. ആ ഭയത്തിലാണ് മാറ്റത്തിൻ്റെ വിജയം. ഓർമ്മകൾ ഉണ്ടായിരിക്കണം. കാരണം മുന്നോട്ട് നടന്ന നാട് പിന്നോട്ട് നടക്കാതിരിക്കാൻ ജാഗ്രത അത്യാവശ്യമാണ്. ജാഗ്രതയോടെ നമുക്ക് വെളിച്ചത്തിലേക്ക് നോക്കാം.